നമസ്കാരം. പ്രധാന വാർത്തകൾ. സമരം ചെയ്ത് മുഖ്യമന്ത്രിയെ താഴെയിറക്കുന്ന അനുഭവം ഉണ്ടായാൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും തുടരാൻ കഴിയാതെ വരുമെന്ന് മന്ത്രി പി ജെ ജോസഫ്. കൊല്ലം SN കോളേജ് യൂണിറ്റ് ഭാരവാഹികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച SFI നടപടിയിൽ പ്രതിഷേധിച്ച് KSU പഠിപ്പ് മുടക്കി സമരം നടത്തി. തൊടുപുഴ ന്യൂമാൻ കോളേജ് സുവർണ ജൂബിലി സ്മാരകമായി ഇൻഡോർ സ്റ്റേഡിയവും റിസർച്ച് ബ്ലോക്കും സ്ഥാപിക്കും. വിശദമായ വാർത്തകളിലേക്ക്. സമരം ചെയ്ത് മുഖ്യമന്ത്രിയെ താഴെയിറക്കുന്ന അനുഭവമുണ്ടായാൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും തുടരാൻ കഴിയാതെ വരുമെന്ന് മന്ത്രി പി ജെ ജോസഫ്. സോളാർ കേസിൽ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സമരം ചെയ്ത് നിയമസഭ കൂടാൻ അനുവദിക്കാതിരിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. കേരള കോൺഗ്രസ് എം തൊടുപുഴ നിയോജക മണ്ഡലം ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ന് ഗവൺമെന്റിനെതിരെ കുറെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. സോളാർ തട്ടിപ്പ് കേസുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൽ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നുള്ള ഉറച്ച നിലപാടിലാണ് ഗവൺമെന്റ്. ആ നടപടികൾ ശക്തമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഈ അവസരത്തിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഒരു നിയമസഭ കൂടാൻ തന്നെ സമ്മതിച്ചില്ല. സമരം ചെയ്ത് ഒരു മുഖ്യമന്ത്രിയെ താഴെയിറക്കുക എന്നുള്ള ഒരു നിലപാട് വന്നാൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇവിടെ തുടരാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം സമരങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടാണ് UDF സ്വീകരിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഒറ്റക്കെട്ടായി നീങ്ങണം. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ 16,000 പേരെ പുതുതായി അംഗങ്ങളാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ് അധ്യക്ഷനായിരുന്നു. K. ഫ്രാൻസിസ് ജോർജ്, MJ ജേക്കബ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ജിമ്മി മറ്റത്തിപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. കൊല്ലം SN കോളേജ് യൂണിറ്റ് ഭാരവാഹികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച SFI നടപടിയിൽ പ്രതിഷേധിച്ച് KSU പഠിപ്പ് മുടക്കി സമരം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ KSU പ്രവർത്തകർ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളി നേതൃത്വം നൽകി. തൊടുപുഴ ന്യൂമാൻ കോളേജ് ജൂബിലി സ്മാരകമായി ഇൻഡോർ സ്റ്റേഡിയം പണി കഴിപ്പിക്കും. ജൂബിലി റിസർച്ച് ബ്ലോക്ക് സ്ഥാപിക്കുമെന്നും ലൈബ്രറി വികസിപ്പിക്കുമെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസഫ് പറഞ്ഞു. സെപ്റ്റംബർ അവസാന വാരം ജൂബിലിയുടെ ഉദ്ഘാടനം നടത്തും. വിവിധ സാംസ്കാരിക പരിപാടികൾ കൂട്ടിച്ചേർത്ത് വിവിധ ആഘോഷ പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം യോഗത്തിൽ ഉയർന്നു വന്നത് കോളേജിൽ പഠിക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം സൗജന്യമായി നൽകുക എന്ന പദ്ധതിയാണ്. ബഹുജനങ്ങളുടെയും കോളേജിലെ അധ്യാപക സമൂഹത്തിൻ്റെയും സഹകരണത്തോടുകൂടി സ്നേഹനിധി എന്ന പേരിൽ രൂപീകൃതമാകുന്ന ഫണ്ടിൽ നിന്നും ഈ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കും എന്നും വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ കോളേജിൻ്റെ ലൈബ്രറിയുടെ വികസനത്തിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലൈബ്രറി ഭംഗിയായി വികസിപ്പിക്കണം എന്നുള്ള ചിന്തയും ആലോചന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. സെപ്റ്റംബർ അവസാനത്തോടുകൂടി ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തുടർന്ന് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉണ്ടാകും. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി തൊടുപുഴ പട്ടണത്തിൽ ഒരു വിളംബര ജാഥ നടത്തുവാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമാപനത്തിന് മുന്നോടിയായി തൊടുപുഴയുടെയും
മലയോര മേഖലയുടെയും സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ഒരു സാംസ്കാരിക റാലിയും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിപുലമായ കമ്മിറ്റികളാണ് ഈ ആഘോഷ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി ഇതിനോടകം രൂപം കൊണ്ടിട്ടുള്ളത്. അഭിമന്യ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിലും മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലും മുഖ്യ രക്ഷാധികാരികളായിട്ടുള്ള ഒരു കമ്മിറ്റിക്കാണ് ഇപ്പോൾ രൂപം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മന്ത്രി ശ്രീ പി ജെ ജോസഫ്, ശ്രീ പി ടി തോമസ് MP, മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ടി ജെ ജോസഫ്, രൂപതയുടെ വികാർ ജനറൽമാരായ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ആലപ്പാട്ട്, മോൺസിഞ്ഞോർ ജോർജ് ഓലിപ്പോറം എന്നിവർ രക്ഷാധികാരികളായും കമ്മിറ്റിയിൽ സ്ഥാനം പിടിക്കുന്നുണ്ട്. ന്യൂമാൻ കോളേജിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാത്രം സ്വത്തല്ല, മറിച്ച് ഈ പൊതുസമൂഹത്തിൻ്റെ കൂടി സ്വത്താണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ ജൂബിലി ആഘോഷം തൊടുപുഴയിലെ പൗരസമൂഹം സന്തോഷപൂർവ്വം ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസം കോളേജ് അധികൃതർക്കുണ്ട്. തൊടുപുഴ ധന്വന്തരി ജംഗ്ഷനിൽ നിന്ന് റിവർ വ്യൂ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കെട്ടിടത്തിന്റെ ഗോവണി വണ്ടി ഇടിച്ചൊടിഞ്ഞു വീണു. കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ കുടുങ്ങിയ ആളുകളെ ഫയർഫോഴ്സ് എത്തിയാണ് താഴെ ഇറക്കിയത്. റിവർ വ്യൂ റോഡ് വീതി കൂട്ടിയപ്പോൾ നിയമതടസ്സം ഉന്നയിച്ചതുമൂലം ഈ കെട്ടിടം മാത്രം പൊളിച്ചിരുന്നില്ല. ഇതുമൂലം റിവർ വ്യൂ റോഡിന്റെ പ്രവേശന കവാടം ഇടുങ്ങിയ അവസ്ഥയിലാണ്. ഈ ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന ഗോവണിയിലാണ് കാർ തട്ടിയത്. ലോഹനിർമ്മിതമായ ഗോവണി തകർന്നു വീഴുകയായിരുന്നു. ഈ സമയം ഗോവണിയിൽ ആരും ഇല്ലാതിരുന്നത് മൂലം അപകടങ്ങൾ ഉണ്ടായില്ല. കെട്ടിടത്തിന്റെ മുകളിൽ ആളുകൾ കുരുങ്ങിയതെറിഞ്ഞെത്തിയ പോലീസ് ഫയർഫോഴ്സിനെ വരുത്തുകയായിരുന്നു. തഹസിൽദാർ ജോയി കുര്യാക്കോസ് സ്ഥലത്തെത്തി ഫയർഫോഴ്സ് ഗോവണി സ്ഥാപിച്ച് മുകളിൽ കുരുങ്ങിയവരെ താഴെ എത്തിച്ചു. ലയൺസ് ക്ലബ്ബ് നടപ്പാക്കുന്ന വൺ ക്ലബ് വൺ സ്കൂൾ പ്രൊജക്ടിന്റെ ജില്ലാതല ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ M. ശിവാനന്ദൻ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ നിർവഹിച്ചു. മീഡിയ ക്ലബ്ബ് ലൈബ്രറിക്ക് വേണ്ട പുസ്തകങ്ങളും ഉച്ചഭക്ഷണത്തിന് വേണ്ട പ്ലേറ്റുകളും സ്കൂൾ അധികൃതർക്ക് കൈമാറി. സാഹിത്യ സമാജത്തിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ സാബിറ ഷെരീഫ് നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ ജെയിംസ് ടി മാളിയേക്കൽ സ്വാഗതവും മാനേജർ ഫാദർ ജോസ് മോനിപ്പള്ളി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് A. V. വാമനകുമാർ അധ്യക്ഷനായിരുന്നു. ഹോർട്ടികോർപ്പ് ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ റംസാൻ ഓണം വിപണി ആരംഭിച്ചു. മണക്കാട് റോഡ് ചരളിൽ ബിൽഡിംഗ്സിലാണ് ഓണം ഫെയർ ആരംഭിച്ചിരിക്കുന്നത്. മുനിസിപ്പൽ വൈസ് ചെയർമാൻ സാബിറ ഷെരീഫ് വിപണി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ VM. ശശികുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പൊതുവിപണിയിൽ കിട്ടുന്നതിനേക്കാൾ 30% കുറഞ്ഞ വിലയിൽ ഇവിടെ പച്ചക്കറികൾ ലഭ്യമാക്കുക എന്നത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമേകുന്ന ഒരു സംഗതി തന്നെയാണ്. ഇവിടെ ഇതിനുമുമ്പ് പ്രസംഗിച്ച കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ തൊഴിൽ നിന്നും കുറച്ച് മാറിയാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് എങ്കിലും ഇതിനാവശ്യമായ പരസ്യങ്ങൾ നൽകുക വഴി ജനങ്ങൾക്ക് ലാഭം ലഭിക്കും എന്ന ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ അവർ ഇത്തിരി മാറിയാണെങ്കിലും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഓണം റംസാൻ പച്ചക്കറി വിപണനവേള ഈ പ്രദേശത്തെ എല്ലാ ആളുകൾക്കും വളരെ പ്രയോജനം ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് രാമായണ ധർമ്മപ്രചാരണ വേദിയുടെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം തൊടുപുഴയിൽ നടന്നു. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പാരായണം നടന്നത്. വാദിയോദ്ഭവനാദിയായി
കാർഗിൽ രക്തസാക്ഷി ലാൻസ് നായിക് സന്തോഷ് കുമാറിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ദേശഭക്തിഗാന മത്സരം തൊടുപുഴയിൽ നടന്നു. കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം ചെയ്തു. തെക്കുംഭാഗം കുമ്മണിയിൽ KT തൊമ്മൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം 23 രാവിലെ 11 കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമരം ചെയ്ത് മുഖ്യമന്ത്രിയെ താഴെയിറക്കുന്ന അനുഭവം ഉണ്ടായാൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും തുടരാൻ കഴിയാതെ വരുമെന്ന് മന്ത്രി PJ ജോസഫ്. കൊല്ലം SN കോളേജ് യൂണിറ്റ് ഭാരവാഹികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച SFI നടപടിയിൽ പ്രതിഷേധിച്ച് KSU പഠിപ്പ് മുടക്കി സമരം നടത്തി. തൊടുപുഴ ന്യൂമാൻ കോളേജ് സുവർണ ജൂബിലി സ്മാരകമായി ഇൻഡോർ സ്റ്റേഡിയവും റിസർച്ച് ബ്ലോക്കും സ്ഥാപിക്കും. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.